ഹീസ് സോ ടാലൻറ്റഡ്. ഇപ്പം ബാക്കി ക്രിക്കറ്റേഴ്സൊക്കെ ക്രിക്കറ്റ് ഇല്ലെങ്കിൽ തീർന്നു, പക്ഷേ ഹീസ് എ വെരി ഗുഡ് സിംഗർ. അപ്പം ഞങ്ങളുടെയൊക്കെ ടൈറ്റിൽ സോങ് പാടിക്കുന്ന പുള്ളിയാണ്. ഹീസ് നല്ല ഡാൻസറാണ്. നമസ്കാരം. എന്നോടൊപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഏരീസ് ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറും ചെയർമാനും CEO ആയ സോഹൻ റോയിയാണ്. നമസ്കാരം. നമസ്തേ. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ താങ്കളോട് ചോദിക്കണമെന്നുണ്ട്. അപ്പം ആദ്യത്തെ ചോദ്യം ഇതാണ്, താങ്കളുടെ ഈ സ്പോർട്സിനോടുള്ള താല്പര്യം, പ്രത്യേകിച്ച് ക്രിക്കറ്റ് ഭയങ്കരമാണ്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഈ സ്പോർട്സിലേക്ക് എത്തപ്പെട്ടത്? ക്രിക്കറ്റ് സ്കൂൾ ലെവലിൽ തൊട്ടേ ഭയങ്കര ഒരു പാഷനായിരുന്നു. എനിക്ക് പ്രീ ഡിഗ്രി കഴിയുമ്പോൾ ഒരു ക്രിക്കറ്റിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ക്രിക്കറ്റ് ബോൾ വന്ന് എൻ്റെ ഫേസിലിടിച്ച് ഭയങ്കര ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു 5 years ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടി വന്നു തിരിച്ച് 20ലേക്ക് വരാനായിട്ട്. അപ്പോൾ അന്ന് ഞാൻ ഈ പല്ല് ക്ലിപ്പ് ഇട്ടിരുന്നത് കാരണം ഈ ബോൾ വന്ന് കൊണ്ടപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇളകി. അപ്പം അതെല്ലാം എടുത്ത് കളയേണ്ടി വരുമെന്ന് വിചാരിച്ചത്. പക്ഷേ ലക്ലി ഡോക്ടർ അന്ന് 10 വർഷം ഗ്യാരണ്ടി പറഞ്ഞിരുന്നത് സ്റ്റിൽ ഹാവിങ് ദ സെയിം. അപ്പം പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പിന്നെ നിന്നില്ല, കണ്ട് ആസ്വദിക്കലിലേക്ക് പോയി. പക്ഷെ പിന്നീട് കമ്പനി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഈ ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് കോമൺ ആയിട്ടുള്ളൊരു കാര്യം, ഇവരെല്ലാം ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻസ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു കുറച്ചുകൂടെ ഡീപ്പായിട്ട് അന്വേഷിക്കുന്നത്, എന്താണ് ഇങ്ങനെ വരാൻ കാര്യം. അപ്പോഴാണ് മനസ്സിലാവുന്നത്, ഒരു ഇൻഡസ്ട്രിക്ക് ലീഡറിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഒരു ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻ അറിയാതെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. 10-25 ക്വാളിറ്റീസ് വേണം. അതായത് ഒരു ടീമിനെ എങ്ങനെ ബിൽഡ് ചെയ്യണം, നമ്മൾ അതുപോലെ ഹെൽത്തി ആയിരിക്കണം, നമ്മൾ ഫിറ്റ്നസ് കറക്റ്റ് ആയിരിക്കണം, വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം, എല്ലാം ലോഗ് ചെയ്യണം. ഇൻഡസ്ട്രിയിലുള്ളതുപോലെ ISO സിസ്റ്റം ഉള്ളതുപോലെ നമ്മളെല്ലാം ലോഗ് ചെയ്ത് വെക്കണം. മറ്റ് കൂടെ ഓരോ നല്ല ബോൾ കഴിയുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തില്ല, അതുപോലെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഡൗൺ ലൈനായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ചെക്ക് ലിസ്റ്റ് ഉണ്ടാവണം. ഈ കാര്യം ക്യാപ്റ്റൻ്റെ പണിയാണല്ലോ ഈ കിറ്റെല്ലാം കൊണ്ടുപോകണ്ട. അപ്പോൾ അവരുടെ എല്ലാ ചെക്ക് ലിസ്റ്റ് കറക്റ്റ് ആയിരിക്കണം. ഇവരൊക്കെ ഏർലി ബേഡ്സ് മിക്കവാറും എല്ലാവരും, കാര്യം രാവിലെ പോയി മറ്റേ പ്രാക്ടീസിന് പോയി ദർ ഓൾ ഗുഡ്. പിന്നെ സ്ട്രാറ്റജി, ഓരോ ഫീൽഡിനും ഓരോ ബോൾ അറിയുമ്പോഴും ഒരു സ്ട്രാറ്റജി ഉണ്ടാവില്ല ഫീൽഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ടോസ് ചെയ്യുമ്പോൾ വരെ ഒരു സ്ട്രാറ്റജി ഇല്ലേ, ടാർഗറ്റ് ചേസിങ്, അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞങ്ങൾ തുടക്കം തൊട്ടേ കമ്പനി തുടങ്ങുമ്പോഴേ നമ്മൾ ചെയ്തൊരു ഗെയിം ഉണ്ടായിരുന്നു. അതായത് ഓരോ ദിവസം ഇത്ര നമ്മൾ ടാർഗറ്റ്സിനെ തൗസൻഡ്സിൻ്റെ റൺസായിട്ട് മാറ്റിയിട്ട്, ഇന്ന് നമ്മുടെ ടാർഗറ്റ് 6000 ആണെങ്കിൽ 6 runs എന്നുള്ള രീതിയാണ്. അത് പിന്നീട് ഒരു ബോളിൽ 6 അങ്ങനെയുള്ള രീതി അത് കൂട്ടി കൊണ്ടുവരുന്നൊരു ഗെയിമായിരുന്നു. അപ്പം നോർമലി ഒരു അന്നൊക്കെ 25 over മാച്ച് ഞങ്ങൾ കളിക്കുന്നത്. കാര്യം ഒരു മാസം 25 days ആയിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് 5 day വീക്കിലേക്ക് വന്നപ്പോഴത്തേക്ക് 22 working days കിട്ടും. പക്ഷേ അത് തന്നെ മെഡിക്കൽ ലീവ് ഒക്കെ കഴിഞ്ഞാലും ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന 20 എഫക്റ്റീവ് ഡേ ആണ്. അപ്പോൾ ഒരു ആവറേജ് 20 working days ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, മനസ്സിലായി. അപ്പം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവർ മന്ത് പകുതി ആകുമ്പോഴത്തേക്ക് അവർക്ക് ഓവർ പകുതി തീർന്ന്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രിക്കറ്റ് ഞങ്ങളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറി. ഞങ്ങൾ ഓരോ ക്യാമ്പസിൽ പോയിട്ട് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണെങ്കിൽ ഇൻ്റർവ്യൂ ഇല്ല, നേരെ എടുക്കുക. കാരണം പുള്ളിക്കാർക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരന് കൃത്യമായി അവരറിയാം, ഒരു ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു 5 വർഷമെങ്കിലും കളിക്കണമല്ലോ, എങ്കിലേ ആവത്തുള്ളൂ. പക്ഷേ ഈ 5 വർഷം കൊണ്ട് പുള്ളി അറിയാതെ ആ ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായില്ലേ. അതുപോലെ ജെന്റിൽമെൻസ് ഗെയിമാണ്, അടിപിടി ഒന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. ഇന്ന് നമ്മളൊരു കളി തോറ്റെന്ന് കരുതി ആരും പോയി ആത്മഹത്യ ചെയ്തില്ല, മനസ്സിലായി. അപ്പം നമ്മുടെ ക്യാരക്ടറിനെ ശരിക്കും ആ ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻസിനെ എല്ലാം ക്യാരക്ടറിന് അതൊരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ പെർഫോമൻസീസിനെ ഒരുപാട് ബാധിക്കുന്ന നമ്മുടെ ക്യാരക്ടറാണ്. അപ്പോൾ ഈ ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് വളരെ കുറവാണ് ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻസ്, മറ്റ് ഗെയിം പോലെയല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് പിന്നെ എല്ലാ ഇൻ്റർവ്യൂസ് അതിനെ ബേസ് ചെയ്തിട്ടാക്കി. പിന്നീടാണ് കുറച്ചുകൂടെ ഞങ്ങൾ ഇൻ്റേണൽ ലീഗ് തുടങ്ങി. ഇവിടെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ എടുത്തിട്ട് നമ്മൾ ലീഗ് നടത്തുന്നത്. ഒരു അത്രയും പ്ലേയേഴ്സ് വന്നു നമ്മുടെ കൂട്ടത്തിൽ. എല്ലാവരും ആ പ്രൊഫഷണൽ രീതിയിലേ കളിക്കത്തുള്ളൂ. പണ്ടത്തെ പോലെ ഇല്ല ബാറ്റും മടലും ഉള്ള കളിയൊന്നുമല്ല, എല്ലാം പ്രൊഫഷണൽ രീതിയിൽ. ഇൻ്റേണൽ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിട്ടാണ് പിന്നെ ജിം ആഫ്രോയിൽ വന്നിട്ട് ടീം എടുത്തത്. എല്ലാ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് വരുന്നതാണ്. അപ്പോൾ അവിടെ ഹരാരെ ഹരിക്കേൻസ് എന്ന ടീം ഞങ്ങളുടെ ആയിരുന്നു. T10 over മാച്ചാണ്, എല്ലാം ബ്രാൻഡഡ് പ്ലേയേഴ്സ്. ഇപ്പോൾ ശ്രീശാന്തൊക്കെ അങ്ങനെയാണ് ഞങ്ങളുടെ ടീമിൽ വരുന്നത്. അപ്പോൾ T10 എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ IPL കീഴിൽ സ്റ്റേറ്റ് ലെവലിൽ ഓരോ ഇപ്പോൾ KCL ഇപ്പോൾ KCയുടെ കീഴിൽ KCL വന്നു.
അപ്പോൾ അപ്പോൾ ഇവർ കെ സി എല്ലിൽ നിന്നാണ് ഓരോ പ്ലേയേഴ്സിനെ IPL-ലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം അത് വെറുതെ ഒരു എന്താണ് സാധാരണ മറ്റുള്ളവർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയല്ല. ഞങ്ങൾക്ക് വേണ്ടത് സ്കൂൾ ലെവൽ, കോളേജ് ലെവലിലേക്ക് ക്രിക്കറ്റിനെ കൊണ്ടുപോവുക. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലൊരു ടീം നമ്മളും കൂടെ ഉണ്ടെങ്കിൽ ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പോയിട്ട് ക്രിക്കറ്റിൻ്റെ ഒരു ക്ലബ്ബ് തുടങ്ങാൻ ചെന്ന് പറയാൻ നമുക്ക് റൈറ്റ് ഉണ്ട്. കാര്യം നമുക്കറിയാം നിങ്ങളുടെ കുട്ടികളുടെ കരിയർ ഡിസൈൻ്റെ ഭാഗമാണിത്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എല്ലാവരെയും വിരാട് കോഹ്ലി ആക്കാനല്ല പറയുന്നത്. നിങ്ങൾ വിരാട് കോഹ്ലി ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റിനുള്ള പാഷൻ മൂലം അതാവാനുള്ള ചാൻസ് 0.01% ആണ്. അതേസമയം നിങ്ങൾക്ക് ക്രിക്കറ്റിനോട് പാഷൻ വെച്ചിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 22 പ്ലേയേഴ്സ് IPL ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് 20,000 പേര് ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പല മേഖലയിലായിട്ട്. അത് മീഡിയ ആയിക്കോട്ടെ, ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, ഒരുപാട് മേഖലയുണ്ട്, വേൾഡ് വൈഡ് ഉണ്ട്. അപ്പം അതിലൊരു ഇൻഡസ്ട്രിയിൽ സ്ലോട്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് പാഷൻ അനുസരിച്ച് ജോബ് മതിയെങ്കിൽ അതിന് സ്ലോട്ട് 100% ഗ്യാരണ്ടീഡ്. അപ്പോൾ ഇത് നമ്മൾ കരിയർ ഡിസൈൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഒരു ക്ലബ്ബ് അവിടെ തുടങ്ങിയിട്ട് കൊണ്ടുവരണം. അപ്പം നമ്മളിപ്പം കരിയർ ഡിസൈൻ്റെ ക്ലബ്സ് സ്കൂളിൽ തുടങ്ങുന്നുണ്ട്. അതിൽ 10-20 ക്ലബ്ബ് വരുന്നതിൽ ഒരു മെയിൻ ക്ലബ്ബ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ക്ലബ്ബാണ്. അത് ശരി. അപ്പം ക്രിക്കറ്റ് ഞങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. അതിനെ നമ്മൾ വെറും ഒരു ഗെയിമായിട്ടേ അല്ല കാണുന്നത്. അതുപോലെ KCL ഫസ്റ്റ് ട്രോഫി വിൻ ചെയ്തത് നമ്മുടെ ഞങ്ങൾ കൊല്ലം ടീം ഞങ്ങൾ എടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. കാര്യം കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ നന്നായിട്ട് ടീമിനെ ബിൽഡ് ചെയ്തു, നമ്മൾ വിൻ ചെയ്തു. രണ്ടാമത്തെ മാച്ച് ആക്ച്വലി ജസ്റ്റ് സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഇടയിൽ ഇല്ലായിരുന്നെങ്കിൽ സെക്കൻഡ് ഇയർ വിന്നേഴ്സ് ആക്ച്വലി. അത് കറക്റ്റാണ്. സഞ്ജു എന്ന് പറയുന്ന വേൾഡ് ഇന്റർനാഷണൽ പ്ലെയർ ആണ് അവരുടെ ഇത്. ശരിക്കും ഈ ഗെയിമിലോട്ട് വന്നപ്പോൾ അത് നേരെ അവിടെ നിന്ന് നേരെ ഇപ്പം GCC-യിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പം മിക്സഡ് ടൂർണമെന്റ്. അതാണ് ഇപ്പം ഞങ്ങൾ കാര്യം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയും. പക്ഷേ ഇപ്പം ഏറ്റവും ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ മെയിൻ ഫീൽഡ് മാരിടൈം ഇൻഡസ്ട്രിയാണ്. മാരിടൈം ഇൻഡസ്ട്രിയിലാണ് ജെൻഡർ ഇക്വാളിറ്റി ഏറ്റവും മോശം. 2% ലേഡീസേ വർക്ക് ചെയ്യുന്നു. അത് ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ ലേഡീസിനെ കൂടുതൽ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാമെന്ന് കൂട്ടി ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ അത് 13% വരെ എത്തിയിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് സ്ത്രീകൾക്ക് വേണ്ടി ഓഫീസായിട്ടുണ്ട്. ഇത് സ്പോർട്സിലേക്ക് വരുമ്പോഴാണ് ഇത് ഏറ്റവും വളരെ മോശം അവസ്ഥയിലുള്ളത്. ഇപ്പോൾ ആകെയുള്ള ഷട്ടിലിനോ മറ്റോ ഒരു മിക്സഡ് ഡബിൾസ് ഉണ്ടെന്നല്ലാതെ അല്ലെങ്കിൽ ടെന്നീസിലുണ്ടെന്ന് പറയില്ലാതെ ഒരു ഗ്രൂപ്പ് ഈവൻസിലൊന്നും ആരും ആലോചിക്കുന്നില്ല. ആൻഡ് ഫിസിക്കലി ദേ ഹാവ് ഓക്കെ ദർ ഇസ് എ ഡിഫറൻസ് ഓൾസോ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ക്രിക്കറ്റ് ഈസ് ദ ഓൺലി ഗെയിം വേർ നൗ ഇപ്പം ഞാൻ പറയട്ടെ, മുരളീധരൻ ലോകം കണ്ട ഏറ്റവും വലിയ ബൗളറാണ്. മുരളീധരൻ്റെ സ്പീഡിൽ വനിതകൾക്കും അറിയാം. ബോൾ ഇരിക്കാൻ വേണ്ടി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വ്യത്യാസമൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പം ഒരു എക്സ്ട്രീം ഇപ്പം ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പേസ് ബോളിങ്ങിൻ്റെ കേസിനകത്ത് മാത്രമേ ഉള്ളൂ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ. ഒരു നമ്മൾ ആണുങ്ങൾക്ക് 150 എബോവ് നമുക്ക് എറിയാൻ പറ്റുമ്പോൾ ലേഡീസിന് 130 എബോവിൽ ആ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതിന് ക്രിക്കറ്റ് വിൻ ചെയ്യാൻ അങ്ങനെ പേസ് ബോളേഴ്സ് തന്നെ വേണമെന്നില്ല, അല്ലാതെയും പലപ്പോഴും ആക്കാം. അപ്പോൾ അതിലേക്ക് ആ ഗ്യാപ്പ് ഏറ്റവും കുറച്ച് കൊണ്ടുവന്ന ഒരു ടീം. അതുമെല്ലാം എന്താണ് ഫുട്ബോൾ പോലെയല്ല. ഫുട്ബോളിൽ ആണുങ്ങളും പെണ്ണുങ്ങളോട് കളിക്കാനുള്ള അവസ്ഥ എന്താണെന്ന് അറിയാം. ഇത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നിന്ന് പെർഫോം ചെയ്യാവുന്നതാണ്. അവരുടെയൊക്കെ ഫീൽഡിംഗ് ഒക്കെ എന്ത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകത്തില്ല. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് മിക്സ്ഡ് ജെൻഡർ വെച്ചിട്ട് ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്യുന്നത്. അതൊരു നാളെ കുറച്ച് കാലം എടുക്കും, ഒരു 5 വർഷമെങ്കിലും എടുക്കും ഇതിനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാം. പക്ഷേ ഒരു തുടക്കം ഞങ്ങൾ ഇടാൻ തീരുമാനം. അല്ല, അത് ഫസ്റ്റിൽ അങ്ങനെ ചെയ്യണമെന്നൊരു ആശയം എങ്ങനെയായിരുന്നു? ഇല്ല, എനിക്ക് മനസ്സിൽ അങ്ങ് പെട്ടത് ഓരോ പുതിയ ആശയങ്ങൾ വരുന്ന കൂട്ടത്തിൽ. കാരണം ആരും ശ്രമിക്കാത്തൊരു മേഖല ഇതുവരെ വേറെ ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ലോക്കൽ പോലും ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടില്ല. അപ്പോൾ അതിലേക്കാണ് സ്റ്റെപ്പ് ചെയ്തേക്കുന്നത്. ഇല്ല, അതാ പറഞ്ഞത് ഈ ജെൻഡർ ഇക്വാളിറ്റിയിലേക്ക് നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നതിനകത്തു നിന്ന് വന്ന ഒരു ആശയത്തിൽ നിന്ന് വന്നതാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്ക് ലോകം മുഴുവൻ മാറ്റാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നത് മാറ്റാൻ പറ്റുമല്ലോ. അങ്ങനെ ശ്രമിച്ചതാണ്. ഇപ്പം ഞങ്ങളിതുപോലെ എക്സ്ക്ലൂസീവ് ഒരു ഫീമെയിൽ ഓഫീസ് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താണ് കാണിക്കുന്നത്, അതൊരു അതുകൊണ്ട് കമ്പനിക്ക് എന്താ ഗുണമെന്നൊക്കെ ചോദ്യങ്ങൾ ആദ്യം വന്നതാണ്. പക്ഷേ ഇന്ന് യു വോണ്ട് ബിലീവ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും എഫിഷ്യൻറ്റ്, അതായത് ഞങ്ങൾക്ക് എഫിഷ്യൻസി മെഷർ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. വി ഡെവലപ്ഡ് സിസ്റ്റം കോൾ എഫിസം. അപ്പോൾ അത് വെച്ചിട്ട് ഓരോ എംപ്ലോയിയുടെയും ഓരോ ഓഫീസിൻ്റെയും എഫിഷ്യൻസി ഞങ്ങൾക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ കോമ്പറ്റീഷനും ഓരോ വർഷവും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഫീസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്.
കഴിഞ്ഞ 8 വർഷമായിട്ട് ഇത് വിൻ ചെയ്യുന്നത് 10 വർഷത്തിന് മുമ്പ് മാത്രം തുടങ്ങിയ ഞാൻ ജനിച്ച നാട്ടിലെ ഒരു ഓഫീസുണ്ട്. അത് എക്സ്ക്ലൂസീവ്ലി ഫീമെയിൽസിന് വേണ്ടി തുടങ്ങിയൊരു ഓഫീസാണ്. അവിടെ ഇന്ന് വർക്ക് ചെയ്യുന്നതിൽ മോർ ദാൻ 90% ഫീമെയിൽസാണ്. അവരാണ് എല്ലാം ചെയ്യുന്നത്. അവരാണ് ഏറ്റവും മോസ്റ്റ് എഫിഷ്യൻറ്റ് പീപ്പിൾ ഞങ്ങളുടെ ഗ്രൂപ്പിലെ. ദാറ്റ് മീൻസ് വനിതകൾക്ക് അങ്ങനെ യാതൊരു കഴിവ്, അവരെ കറക്റ്റ് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെയർ ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ മെയിൽ. ഓക്കെ, അത് പ്രൂവ് ചെയ്തതാണ്. അപ്പം ഈ ക്രിക്കറ്റ്, അതായത് സ്പോർട്സിലൂടെ ഒരു നല്ല ഒരു ടീമിനെയാണ് അങ്ങ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അല്ല, അത് മാത്രമല്ല, ഇപ്പം ക്രിക്കറ്റിനകത്ത് ഇന്ത്യയിൽ ഇപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങൾ കളിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സ്ഥാനമുണ്ട്. നാളെ നിങ്ങൾക്ക് പല കാരണങ്ങളായിരിക്കും, അത് ശാരീരിക ക്ഷമത ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ആവാം. നിങ്ങൾ അവധിയിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആരും കെയർ ചെയ്യുന്നില്ല. നിങ്ങളെ കണ്ട ഈ ആരാധകർ പോലും തിരിഞ്ഞു നോക്കത്തില്ല ചിലപ്പോൾ. പക്ഷേ ഞങ്ങൾ ടീമിന് കൊടുക്കുന്ന മിനിമം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ന് നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്നവർ എന്ന് നിങ്ങൾ വേണ്ട എന്ന് നോക്കുന്നു, വന്ന് ഏരീസിൽ നെക്സ്റ്റ് ഡേ വന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, മനസ്സിലായി? വി വിൽ ട്രെയിൻ യു ആൻഡ് ഞങ്ങളുടെ കൂടെ നമുക്ക് യാത്ര ചെയ്യാം. അല്ലാതെ ക്രിക്കറ്റിൻ്റെ പുറകെ പോകേണ്ട പേരിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ അടയുന്നില്ല. നിങ്ങൾ കളിക്കാവുന്നിടത്തോളം കാലം നിങ്ങൾ ഞങ്ങളുടെ ടീമിൽ കളിക്കുക. അത് കഴിഞ്ഞാൽ വന്ന് വർക്ക് ചെയ്യൂ. ഇനി അല്ല ഇപ്പം തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം. പക്ഷേ അതിനോടൊപ്പം ക്രിക്കറ്റിനെ സീരിയസ് ആയിട്ട് എടുത്ത് പ്രാക്ടീസിന് പോവുക. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ കൊണ്ടുപോകണം. ശ്രീശാന്തുമായിട്ട് എങ്ങനെയാണ് അടുപ്പം? ശ്രീശാന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലെയറാണ് ആക്ച്വലി. എന്ത് പറയുന്ന, ഇന്ത്യ കണ്ടിട്ടുള്ള ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഷാർപ്പായിട്ട് ആ ഒരു എനർജി ലെവലിലൊക്കെ ഉള്ളൊരു പ്ലെയർ വളരെ കുറവാണ്. പിന്നെ ശ്രീശാന്തിൻ്റെ ബ്രദറിലോ മധു ബാലകൃഷ്ണൻ ആക്ച്വലി ഹീസ് എൻ്റെ പാട്ടുകൾ, ഞാൻ പാട്ട് എഴുതാറുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് മധു എഴുതാറുണ്ട്. അങ്ങനെ ശ്രീശാന്തുമായിട്ട് ഒരു പേഴ്സണൽ അടുപ്പത്തിലേക്ക് വന്നു. അങ്ങനെ ശ്രീശാന്ത് കുറേ കാലം പുറത്ത് നിൽക്കുകയായിരുന്നല്ലോ. പുള്ളിക്ക് തിരിച്ച് കയറാനായിട്ട് റീലോഞ്ച് ചെയ്യാൻ ആരും തയ്യാറല്ല. അപ്പോൾ ആരെങ്കിലും ധൈര്യം കാണിക്കണം. അന്നേരമാണ് ഞങ്ങൾ ഹരാരെ ഹരിക്കെയിൻസിൽ നമ്മൾ ടീം എടുക്കുന്നത്. ഞാൻ നേരെ ആദ്യം ഫസ്റ്റ് ചോയ്സ് ശ്രീശാന്ത്. അതോടുകൂടി പിന്നെ ശ്രീശാന്തിന് എല്ലായിടവും എൻട്രി കിട്ടി തുടങ്ങി. അല്ലെങ്കിൽ പുള്ളിയെ എടുക്കാൻ ആരാദ്യം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുകയായിരുന്നു. അപ്പം വി ആർ നൗ വെരി ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് ആക്ച്വലി. അല്ല, ശ്രീശാന്ത് ശരിക്കും ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് നല്ല പെർഫോമൻസ് ചെയ്ത അങ്ങനെ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കളിക്കുമ്പം ഗ്രൗണ്ടിൽ 11 പേരല്ല, ഞങ്ങൾ 12 പേരെ കളിക്കുന്നത്. കാര്യം 11 പേര് ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ശ്രീശാന്ത് ആ കളി തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ അവിടെ ഞങ്ങളുടെ റൂമിൽ ഇരുന്നിട്ട് ആ ആവേശം കാണിക്കണം. അപ്പം നമുക്കെല്ലാം ആവേശം വരും. 12 അവിടെ നിന്ന് കളിക്കുന്ന ഒരു ഫീലാണ്. അതുപോലെ തന്നെ കളി കഴിഞ്ഞാൽ ഇവരെ കളിക്ക് മുമ്പും കളിക്ക് ശേഷം ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ വേറെ ലെവലിലാണ്. പുള്ളിയുടെ ആ ഒരു മോട്ടിവേഷൻ, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടോക്ക് കഴിയുമ്പോൾ തന്നെ നമ്മൾ പകുതി വിജയിക്കും. അത്രയും നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതെ, പക്ഷേ ലൈഫിൽ ഒരു ട്രാജഡി പോലെ അങ്ങനെ സംഭവിച്ചു. പക്ഷേ ഹീസ് സോ ടാലൻറ്റഡ്. ഇപ്പം ബാക്കി ക്രിക്കറ്റേഴ്സൊക്കെ ക്രിക്കറ്റില്ലെങ്കിൽ തീർന്നു. പക്ഷേ ഹീസ് എ വെരി ഗുഡ് സിംഗർ. അപ്പം ഞങ്ങളുടെയൊക്കെ ടൈറ്റിൽ സോങ് പാടിക്കുന്ന പുള്ളിയാണ്. നല്ല ഡാൻസറാണ്. എനിക്കതൊന്നും വൈ ഹീസ് നോട്ട് ആക്ടിങ് ഇൻ മൂവീസിലേക്ക് ഇറങ്ങാത്തത്. അത് ഇനിയാന്നാലും പുള്ളിക്കൊരു നെയിമുണ്ട്, പുള്ളിക്ക് എപ്പം മനസ്സിലാക്കാം. പക്ഷേ ആൻഡ് ഹീസ് ലീഡിങ് എ വെരി ഗുഡ് ഫാമിലി ലൈഫ് ഓൾസോ. അപ്പം തീർച്ചയായിട്ടും ശ്രീശാന്ത് വിൽ ബി ദർ ഫോർ എവർ, നോ ഡൗട്ട്. അത് ശരി. അപ്പോൾ ക്രിക്കറ്റും ശ്രീശാന്തും നമ്മുടെ ഏരിയസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ഒരു യാത്രയാണത്. ശ്രീശാന്ത് ഞങ്ങളുടെ കുടുംബത്തിലൊരു ഭാഗമാണ്. ഇനി പുള്ളിക്കെതിരെ ഇനി എന്ത് ആരോപണം പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല. ഞങ്ങളുടെ കുടുംബത്തിലെ മെമ്പറാണ്. അല്ല, പുള്ളി ശരിക്കും എന്താണ്, കോടതി പുള്ളിയെ വെറുതെ വിട്ടില്ല. ഇനി ആർക്കാ പുള്ളിയെ പറയാൻ പറ്റുന്ന? എന്നിട്ടും അകറ്റി നിർത്തുക എന്നുള്ള വേറെ അജണ്ടയുടെ ഭാഗമാണ്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എത്ര നാൾ നിങ്ങൾ ഇപ്പം കഴിവുള്ളവനെ നിങ്ങൾ എങ്ങനെ അകറ്റി നിർത്തിയാലും കഴിവുള്ളിടത്ത് പുള്ളി പെർഫോം ചെയ്യും, പുള്ളി എക്സിസ്റ്റ് ചെയ്യും. പുള്ളിയൊന്നും അടിച്ച് പുറത്ത് കളയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. വീണ്ടും കാണാം. നമസ്തേ.